ഹായ് ഫ്രണ്ട്സ്, ജീവിതത്തിൽ എത്രാമത്തെ തവണയാണ് കുട്ടനാട്ടിലോട്ട് വരുന്നതെന്ന് എനിക്ക് തന്നെ ഉറപ്പില്ല. എൻ്റെ ഫ്രണ്ട്സ് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറയുന്ന സ്ഥലം കുട്ടനാടാണ്. ഫുഡ് കഴിക്കാം, നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലങ്ങൾ കാണാം. ഒരു 90s കിഡിന് മാത്രമല്ല, 2K റിബൽസിനും ഈ സ്ഥലം ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ കാണുന്ന ഷാപ്പ് നമ്മൾ ഒരിക്കൽ വീഡിയോ ചെയ്തതാണ്. ഇപ്പോൾ ആ ഷാപ്പ് പൂട്ടിപ്പോയി, എന്താണെന്നറിയില്ല കാരണം. നല്ല മനോഹരമായ ഫുഡ് കിട്ടുന്ന ഒരു ഷാപ്പായിരുന്നു, നല്ല അടിപൊളി ലൊക്കേഷനും ആയിരുന്നു. അപ്പോൾ ഇവിടെ വണ്ടി ഒന്ന് ഒതുക്കി ഇവിടുന്ന് കുറച്ചങ്ങോട്ടൊന്ന് നടക്കാമല്ലേ. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയും ഫാമിലിയുടെയും ഒരു ഫോട്ടോഷൂട്ട് ഞാൻ ഇവിടെ വെച്ച് ചെയ്തു കൊടുത്തിരുന്നു. ഈ തോടിൻ്റെ സൈഡിൽ ചെറിയൊരു മഴയൊക്കെ പെയ്ത് അന്തരീക്ഷം ഇങ്ങനെ ശാന്തമായിട്ട് നിൽക്കുകയാണ്. ഇനി 90s കിഡ്സ് അല്ല, 80s വസന്തങ്ങളല്ല, 2K റിബൽ ആരായാലും ഈ ഒരു വൈബ് നല്ലപോലെ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു ധാരണ. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പം അതിൻ്റെ ഒരു ആഴത്തിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. നമുക്ക് കുട്ടനാട്ടിലെ ഫുഡിൻ്റെ കാര്യത്തിലേക്ക് വരാം. ഷാപ്പ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനു മുമ്പ് ഈ കുട്ടനാട്ടിൻ്റെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കുകയല്ലേ. ഒരു 4 മണി സമയം കഴിഞ്ഞ് ഏകദേശം ഈ ഒരു കാലാവസ്ഥ, ഈ ഒരു കാറ്റ്, ഈ തോട്, പുഞ്ചപ്പാടം, ഇതൊക്കെ വേറെ വൈബാണ് ഗൈസ്. ഒരു കരുനാഗപ്പള്ളിക്കാരനാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 2009-10 കാലം തൊട്ട് ഞാൻ ഹരിപ്പാട്, ഈ പറയുന്ന കുട്ടനാട് എല്ലാം യാത്ര ചെയ്ത്, ഗരുഡാഗിരിയുടെയൊക്കെ ആദ്യ കാലം, ഗരുഡാഗിരിയൊക്കെ ഇപ്പം മോശമായി ഫുഡെന്ന് ഒരുപാട് റിവ്യൂസ് അടക്കുന്നു. പക്ഷേ ഞാൻ ലാസ്റ്റ് പോയപ്പോഴും ഫുഡ് മോശമൊന്നുമില്ല, വില ഒരിത്തിരി ജാസ്തിയായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുട്ടനാടുമായിട്ട് അത്രയ്ക്ക് ബന്ധമുണ്ടെന്നാണ് ഇപ്പോൾ പറയേണ്ടിയിരിക്കുന്നത്. ശരിക്കും കുട്ടനാട്ടിലെ ഷാപ്പുകളുടെ എണ്ണം ഇനിയുമുണ്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ. ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഷാപ്പ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നേരെ ഷാപ്പിലേക്ക് പോകാം അല്ലേ. നമ്മുടെ കുട്ടനാട്ടിൻ്റെ സ്വന്തം ഷാപ്പ്, അതായത് ഒരു ഹൈടെക് ലെവലിലുള്ള ഷാപ്പ്, ആ ഷാപ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം കുട്ടനാട് ഷാപ്പ് എഴുതി വെച്ചിട്ടുണ്ട്, കരിമീൻ, കാരി, വരാല്, ഞണ്ട്, കൂന്തൽ, കല്ലുമ്മക്ക എല്ലാം ഉണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ഉള്ളതെന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. അപ്പോൾ കുട്ടനാടിൻ്റെ ഒരു ഭാഗമാണ്, ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് ചെക്ക് ചെയ്യുക, ചെക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും വരിക, വിസിറ്റ് ചെയ്യുക. ഫുഡ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം. ഈരഴിയിൽ എന്നാണ് ഈ സ്ഥലപ്പേര്. ഇവിടെ ഒരു അമ്പലവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഏകദേശം കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു 52 കിലോമീറ്റർ വരും ഇവിടേക്ക്. അകത്തൊക്കെ നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു ഷാപ്പാണ് നമ്മുടെ ഷാപ്പ്. നല്ല അടിപൊളിയായിട്ട് ക്യാബിൻ കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം നല്ല പോലെ ഇരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞ് ഇവിടെ തിരക്കില്ലാത്ത സമയം ഒക്കെയാണ് വന്നത്, അതുകൊണ്ടാണ് തിരക്കില്ലാത്തത്. നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോ എടുക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. നല്ല അടിപൊളി ഒരു തോട് ഇതുവഴി പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫുഡ് ഏകദേശം എത്തിക്കഴിഞ്ഞു. അപ്പം ഉണ്ട്, നല്ല സുന്ദര അപ്പം. നമുക്കൊരു ഇച്ചിരി ഒന്ന് കഴിച്ചു നോക്കാം. ഷാപ്പിലെ അപ്പത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഇത് പള്ളത്തി എന്ന് പറയും. പള്ളത്തി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ ഇച്ചിരി മീൻചാറ് കൂടെ ചോദിക്കട്ടെ. നമ്മുടെ കപ്പയുടെ പുറത്ത് ഒഴിക്കാൻ മീൻചാറ് എത്തിയില്ല, അതുകൂടെ ഒന്ന് എത്തിയിട്ട് നമുക്ക് ബാക്കി കഴിക്കാം. അങ്ങനെ നമ്മുടെ പന്നി എത്തി, പോർക്ക്, നമ്മുടെ കാട ഫ്രൈ കട്ട് ചെയ്ത് പീസാക്കി നല്ല അടിപൊളി കാട ഫ്രൈ എത്തിയിട്ടുണ്ട്. മോനെ, അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ പന്നി കൂടെ ഒന്ന് ട്രൈ ചെയ്യാം. പോർക്ക്, പോർക്കിൻ്റെ കൂടെ വെച്ച് അപ്പം കഴിച്ചില്ല എങ്ങനെ?
പോർക്ക് കിട്ടില്ല കേട്ടോ, ഒരു രക്ഷയില്ല. കാടയും കിടിലമാണ്, മോശമാണെന്നല്ല. നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലേ? ഇതൊന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം നമ്മുടെ വരാൽ വരും, വരാൽ കൂടെ അന്നേരം ട്രൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ വരാലെത്തി. ദൈവമേ, കുറേ മുളകൊക്കെ ഇട്ട് വൻ സെറ്റപ്പായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നേക്കുന്നത്. ഓ, വരാലിന് തുല്യം വരാൽ മാത്രം. ഈ മീറ്റിൻ്റെ ഒരു ഫ്രഷ്നെസ് ഉണ്ട്. വരാൽ കഴിച്ചിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്യും കേട്ടോ. നിങ്ങൾ മീനിനകത്ത് അഡിക്റ്റഡ് ആയിപ്പോവും. നമ്മൾ കഴിച്ചിട്ടിറങ്ങി. നല്ല അടിപൊളി വരാൽ, കാട, ഈ പറയുന്ന പള്ളത്തി വറുത്തത് എല്ലാം കൂടെ ചേർത്ത് കഴിച്ചിട്ട് നൈസായിട്ട് നമ്മുടെ പുഞ്ചപ്പാടത്തിൻ്റെ സൈഡിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ കുട്ടനാട് വ്ളോഗ്സ് ഇഷ്ടം പോലെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഹോട്ടൽ ഏതാണോ ആ ഹോട്ടലിൽ കയറി നിങ്ങൾ ഫുഡ് കഴിക്കുക. ഷാപ്പാണെങ്കിൽ ഷാപ്പ്, അല്ലെ ഹോട്ടലാണെങ്കിൽ ഹോട്ടൽ, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ലൊക്കേഷനല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. കുട്ടനാടിൻ്റെ വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗൈസ്. താങ്ക് യു ഫോർ സബ്സ്ക്രൈബിങ് ഹംഗ്രി റാബിറ്റ്. താങ്ക് യു, ബൈ.